എല്ലാ വിദ്യാർത്ഥികൾക്കും അവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും വിജയാശംസകൾ നേരുന്നു അവസരത്തിൽ. നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് അവസാനമായിട്ട് വന്നത്. ഇപ്പോ MLA ഇങ്ങനെ വലിയ തരത്തിൽ ലൈംഗിക ആരോപണമൊക്കെ നേരിട്ടിരിക്കുകയാണ്. അതിനോടൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാഷ്ട്രീയമാണ്, ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾക്കും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞു വരുന്നവരെ ആരോപിതർ മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിലിപ്പോൾ നമുക്കറിയാത്തൊരു കാര്യം, നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല. കാരണം ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിനൊരു കൺക്ലൂഷൻ ആകാണ്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. ഞാൻ അതാ പറഞ്ഞത്. അതിപ്പോ ഇതിനു മുമ്പ് ആരോപണങ്ങളുടെ ഒരു നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നതിനകത്തുനിന്ന്. ഈ സന്ദേശങ്ങൾ ഇതൊക്കെ പുറത്തു വന്നു. പുള്ളിയൊരു MLA ആണ്, അപ്പോൾ കുറച്ച് ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. ജാഗ്രത പുലർത്താവുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ പല സാധനങ്ങളും നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ. നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് നേരം ദൈർഘ്യമുള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. വ്യക്തമായ രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ഒരാൾ കൂടിയാണ്. കോൺഗ്രസ് രാഷ്ട്രീയം പുറത്തോട്ട് പറയുന്ന ആളാണ്. ഇങ്ങനൊരു വിഷയത്തിൽ ഇങ്ങനെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ നാണക്കേറ്റുണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്നത്. വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു, എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ ഒടുന്നനെ തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നൊരു അഭിപ്രായം ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ നമ്മളെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ. ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ട് തൊട്ടേ റെഫറൻസ് എടുക്കും. അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിന്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുള്ളൂ. അപ്പം അയാൾ ചെയ്തില്ലല്ലോ, ഇയാൾ ചെയ്തില്ലല്ലോ, മറ്റയാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തിയില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കാൻ വേട്ടനാടല് പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടപ്പെടും. അല്ല, ആരോപണങ്ങൾ ഉണ്ടായാലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് എന്നല്ല എന്തിലും നമുക്കുണ്ടാകാം. എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ. പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാവും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷെ ആരോപണങ്ങളാണല്ലോ, അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും. അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളൂ. ഇപ്പം ഞാൻ ഒരിക്കൽ വിളിച്ചിരുന്നു, സംസാരിച്ചു. ഉണ്ട്. അല്ല, അത് കാണുന്നത് ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് 2-2.5 കൊല്ലം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങളും റോട്ടിൽ വെച്ചിട്ടുള്ള കല്ലേറും തടഞ്ഞു നിർത്തലും നിയമസഭ സമീപിക്കലും ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണല്ലോ. ഞാൻ അതാ പറഞ്ഞു, ഇതൊന്നും ഒരു ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം പോലല്ല. ഇതൊരു എന്ത് നമ്മൾ പറഞ്ഞാലും മുമ്പുണ്ടായ കാര്യങ്ങൾ രണ്ട് പാർട്ടിക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ട്. ഇത് തെരുത്തലുകളൊക്കെ തുടങ്ങണമെങ്കിൽ എവിടുന്നോ തുടങ്ങണമായിരുന്നു. അതുകൊണ്ട് കൺക്ലൂഷൻ ആകുന്നത് വരെ, ഒരു തീരുമാനമാകുന്നത് വരെ, ഇനി വിധി വരുന്നതെന്ന് വരെ എന്ന് പറയാൻ പോലും ഒരു കേസ് പോലും ഇല്ലെന്നാണ് എന്റെ അറിവ്. പിന്നെ ഇത് എവിടുന്ന വിധി വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ അന്ന് വിവാദം വന്നപ്പോഴും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ആരോപണങ്ങളാണ് വന്നതെന്ന് നമുക്കും പറയാൻ പറ്റുന്നുള്ളൂ അല്ലേ. അങ്ങ് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് കല്ലേറുണ്ടായി, വലിയ വിഷയങ്ങളുണ്ടായി, സോളാർ, പക്ഷേ അതിന്റെ ആഫ്റ്റർ എഫക്ട് 10 വർഷമായി ഈ പറഞ്ഞ അധികാരത്തിൽ ഇരിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്ട് അല്ലല്ലോ അത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉമ്മൻചാണ്ടി സാറിന്റെ വിഷയമായിരുന്നോ? അതല്ലല്ലോ വിഷയം ഉണ്ടായിരുന്നത്. അധികാരത്തിന് വരാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ കേസ് വല്ലതും ഉണ്ടായിട്ടാണോ 10 കൊല്ലം ഇല്ല? അതല്ലല്ലോ, അതുകൊണ്ടല്ല 10. അത് മാറിയിരിക്കുന്നതിനും മാനിപ്പുലേഷന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് മാറുന്നതിനും കോവിഡ് സമയത്തുള്ള ഇലക്ഷൻ ആയിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പൊ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക്, ഇപ്പോൾ നടന്ന കലോത്സവത്തിൽ പങ്കെടുത്ത നിങ്ങൾക്കും